वन्दे गुरुपरम्पराम्। वक्रतुण्डमहाकाय सूर्यकोटिसमप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തേഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതി നീ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസരത്തിന്റെ ആദ്യ വർഷ വിദ്യാർത്ഥിയാണ്. പ്രഭാഷണം നടത്തി പരിചയമൊന്നുമില്ല. വിദ്യാർത്ഥികൾ എല്ലാവരും ഓരോ പ്രഭാഷണം അവതരിപ്പിക്കണമെന്ന് നമ്പൂരി സാർ പറഞ്ഞ അനുസരിച്ചാണ് പേര് കൊടുത്തത്. അവിവേകമായി പോയോ എന്ന് തോന്നുന്നുണ്ട്. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ എല്ലാവരും സദയം ക്ഷമിക്കണം. രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ഇതിഹാസത്തിനപ്പുറം ആദി കാവ്യം എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വാൽമീകിയെ ആദി കവിയെന്നും നമ്മൾ ആദരിക്കും. ഭാരതത്തിന് പുറമെ ടിബറ്റ്, ശ്രീലങ്ക, ബർമ്മ, കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ്, മലയ, ഇന്തോനേഷ്യ, ചൈന, ജപ്പാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ രാമായണത്തിന്റെ കഥകൾ പ്രചാരത്തിലുണ്ട്. എന്തിനേറെ പറയുന്നു, വിയറ്റ്നാമിൽ വാൽമീകിയെ പൂജിക്കാനായി ഒരു ക്ഷേത്രം തന്നെ നിലവിലുണ്ട്. ഭാരതത്തിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും രാമായണം ഉണ്ട്. ഇനി നമുക്ക് അധ്യാത്മരാമായണത്തിനെ കുറിച്ച് പറയുമ്പോൾ സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണം ഇതിൻ്റെ കർത്താവ് ആരെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വാൽമീകി രാമായണത്തിൽ വ്യത്യസ്തമായിട്ട് ശ്രീരാമനെ പരമാത്മാവിൻ്റെ അവതാരമായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ ജീവാത്മ പരമാത്മാക്കൾ തമ്മിലുള്ള ആ ദൃഢബന്ധം ഇതിൽ ചിത്രീകരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് അധ്യാത്മരാമായണം എന്ന് പേരുണ്ട്. മലയാളത്തിൽ ഇതിന് ആദ്യമൊന്നും വലിയ പ്രചാരമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അമ്പലപ്പുഴ രാജാവായിരുന്ന ദേവനാരായണൻ, അമ്പലപ്പുഴ രാജാക്കന്മാരെ എല്ലാം ദേവനാരായണൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ പത്മനാഭദാസൻ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ അദ്ദേഹത്തിന് ഈ കൃതിയുടെ ഒരു കോപ്പി കിട്ടുകയും അത് വായിച്ചിട്ട് ഇത് കൊള്ളാമല്ലോ, നമുക്കിതൊന്ന് വിവർത്തനം ചെയ്താൽ നന്നായിരുന്നു എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എഴുത്തച്ഛൻ ഒരു അവധൂതനായി നടക്കുന്ന ആ കാലത്ത് അവിടെ എത്തുകയും രാജാവ് അദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചിട്ട് ഇതൊന്ന് വിവർത്തനം ചെയ്യാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. രാജാവ് ചോദിച്ചത് കൂട്ടി വായിക്കാൻ അറിയാമോ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി കൂട്ടി വായിക്കാൻ തന്നെയല്ല, കൂട്ടി എഴുതാനും അറിയാം എന്നാണ് പറഞ്ഞത്.
അങ്ങനെ അദ്ദേഹം ആ പരിഭാഷ നിർവഹിച്ചു. പരിഭാഷ എന്ന് പറയാൻ പറ്റില്ല, കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കൂട്ടിയെഴുത്ത് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ശൈലി. എഴുത്തച്ഛന്റെ പ്രധാന ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തെ ഭക്തിമാർഗത്തിലൂടെ മുക്തിയുടെ സോപാനത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. നമ്മൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അത് എഴുത്തച്ഛന്റെ ആത്മാവ് തന്നെയാണ് ഈ കിളിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ കിളിപ്പാട്ടില് ബീജമന്ത്രങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാം ഓരോ ഈരടികളിൽ നോക്കിയാൽ. അതുകൊണ്ട് തന്നെ ഇത് നിത്യപാരായണത്തിന് വളരെ വിശേഷമാണ്. പണ്ട് രാമായണം പകർത്തു വായിക്കുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അമ്മമാര് കുട്ടികൾക്ക് അസുഖം വന്നാലും അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും അഹല്യാസ്തുതി വായിക്കും കുട്ടികൾക്ക് അസുഖം മാറാനായിട്ട്. അതുപോലെ ഭയം മാറാനായിട്ട് ഏതുതരം ഭയമായാലും ആദിത്യ ഹൃദയമന്ത്രം. അങ്ങനെ പല പല ഈ സ്തുതി, ഇതിലെ ഓരോ സ്തുതികളും നിത്യപാരായണത്തിനും വളരെ വിശേഷമാണ്. ഇതിലൊക്കെ ഏറ്റവും അത്ഭുതാവഹമായിട്ടുള്ള ഒരു കാര്യം അതിലെ ഭാഷ ശ്രദ്ധിക്കുകയാണ്. അതായത് 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. കാരണം ആ കാലത്ത് നിലവിലിരുന്ന മലയാളത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴാണ് അറിയുന്നത് എത്രമാത്രം വികൃതമായ രീതിയിലാണ് അന്ന് മലയാളം നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആ കാലത്ത് ഇങ്ങനെ ഒരു കൃതി നമുക്ക് സമ്മാനിച്ച എഴുത്തച്ഛനെ മനസ്സാ സ്മരിക്കണം. നമ്മളിന്ന് വിചാരം ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ലക്ഷ്മണോപദേശം, ലക്ഷ്മണ സാന്ത്വനം ആണ് ശരി. അപ്പൊ അതിന്റെ നോക്കുകയാണെങ്കിൽ വളരെ ക്രുദ്ധനായിട്ട് കോപത്തോടു കൂടി, അതായത് ജ്യേഷ്ഠന്റെ അഭിഷേകം മുടങ്ങിയതിലുള്ള ദേഷ്യത്തിന്, അതായത് ഒരുമാതിരി ഭ്രാന്താവസ്ഥയിൽ നിൽക്കുന്ന ലക്ഷ്മണനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശഠനും അതുപോലെ തന്നെ സ്ത്രീജിതനും അങ്ങനെ എല്ലാമായിട്ടുള്ള ഈ പിതാവിനെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും ഒക്കെ ബന്ധിച്ച് ജ്യേഷ്ഠന് അഭിഷേകം നടത്താൻ എനിക്ക് വീര്യമുണ്ട്, അതിനുള്ള കഴിവെനിക്കുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ലക്ഷ്മണനെയാണ് കേവലം 2 ദിവസം മാത്രം മൂപ്പുള്ള, അതായത് ശ്രീരാമൻ പറഞ്ഞത് പുണർവം നക്ഷത്രത്തിൽ, പിറ്റേ ദിവസം പൂയം, അടുത്ത ദിവസം ആയില്യം. ആയില്യം നാളിലാണ് ലക്ഷ്മണൻ പറഞ്ഞത്. അപ്പൊ 2 ദിവസത്തെ എളപ്പിനുള്ള ആ ഒരു അനുജനാണെങ്കിൽ പോലും അദ്ദേഹം ആ അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്ക് അത്ഭുതാവഹമാണ്. അപ്പം അത്രയും കോപ അവസ്ഥയിൽ നിൽക്കുന്ന ലക്ഷ്മണനെ വാത്സല്യപൂർവ്വം ഗാഠാലിംഗനം ചെയ്ത് സാന്ത്വനപ്പെടുത്തുന്നതാണ് ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനിടൂ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും. അപ്പൊ പറയുന്നത് വത്സ സൗമിത്രേ, പറയുന്നത് സുമിത്രയുടെ മകൻ. സുമിത്ര എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ വളരെ തിളക്കമാർന്ന ഒരു കഥാപാത്രമാണ്. സർവം സഹയായിട്ടുള്ള അങ്ങനെയുള്ള സുമിത്രയുടെ മകൻ ഇങ്ങനെ കോപിക്കാൻ പാടില്ല എന്നാണ്.
പിന്നെ പറയുന്നത്, അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ഇതാണ്. ഈ കാലഘട്ടത്തിൽ അതിന് വളരെ പ്രസക്തിയാണ്. കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന മാതാപിതാക്കളോടുള്ള അവഗണനയും, അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് വളരെ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. പിന്നെ അടുത്തായിട്ട് പറയുന്നത്, നിന്നോട് തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടും. അപ്പൊ എന്താണ് നിന്നോട് തത്വം എന്ന് പറയുന്നത്? നീ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ നിനക്കത് അറിയില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാനുഷഭാവം പൂണ്ട് ആണ് ലക്ഷ്മണൻ, അതുകൊണ്ടാണ് ഈ കോപമൊക്കെ ഉണ്ടാകുന്നത്. ശ്രീരാമദേവന് അങ്ങനെയുള്ള കോപമൊന്നും ഇല്ല. ആ മാനുഷികഭാവം പൂണ്ടുകൊണ്ട് തന്നെയാണ് ലക്ഷ്മണൻ ചഞ്ചലിതനായത്. പിന്നെ നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും പിന്നോളമില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താണ്? നീ ആരാണെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞു. നീ ആദിശേഷനാണ്, അനന്തന്റെ അവതാരമാണ്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനോട് നിനക്കുള്ള സ്നേഹം എനിക്കറിയാം. അതുകൊണ്ടാണ് നിനക്ക് ഇത്രമാത്രം എന്നോടുള്ള വാത്സല്യവും സ്നേഹവും ഉള്ളത്. നിന്നാല് സാധ്യമായ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ലായികിലെന്തതിനാൽ ഫലം. അപ്പൊ ഈ കാണുന്നതൊക്കെ സത്യമാണെങ്കിലല്ലേ ഉള്ളൂ ഈ രാജ്യത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് ശ്രീരാമദേവൻ പറയുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ വന്നി സന്തപ്തലോഹസ്താംബുമിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ ദൃശ്യമായുള്ളത് സത്യമാണോ എന്നുള്ളത് നീ ആലോചിക്കണം. സത്യം എന്നുള്ളതുകൊണ്ട് അനശ്വരമാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ഭോഗങ്ങൾ എന്ന് പറഞ്ഞ അനുഭവങ്ങൾ, അത് സുഖമുള്ളതാകാം ദുഃഖമുള്ളതാകാം. അവയെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, മിന്നൽപ്പിണർ പോലെ ക്ഷണികമാണ്. അതുപോലെ തന്നെ വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന, മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറയാണ്. അഗ്നിയിൽ ചുട്ടുപഴുത്ത ലോഹത്തിലെ വെള്ളത്തുള്ളി പോലെ അത്രയും ക്ഷണികമാണ് നമ്മുടെ ആയുഷ്. അടുത്തായിട്ട് പറയുന്നത്, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. അപ്പം മനുഷ്യന്റെ ഓരോ പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് അനന്തമായ ആയുസ് ഉണ്ട് എന്നുള്ളൊരു മൂഢവിശ്വാസത്തിലാണ്. അതായത് മരണം മറ്റുള്ളവർക്കുള്ളതാണ്, എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള ഒരു തോന്നലാണ്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാം എനിക്കെന്നുള്ള ആക്രാന്തത്തോടു കൂടി വിഷയസുഖങ്ങളെ മാറോട് ചേർക്കാൻ വെമ്പൽ കൊള്ളുന്നത്? പോലെ ചക്ഷുശ്രവണകളസ്തവാം ദർദുരം. ചക്ഷുസിനെ ശ്രവണമാക്കിയത്, അതായത് തവള, പാമ്പ് തവളെ പുറകിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ തവള
മനുഷ്യന്റെ ആ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ചക്ഷുശ്രവണ ഗളസ്തമാ ദർത്തുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലത്തിന്റെ വായിൽ അകപ്പെട്ട മനുഷ്യൻ ഈ പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള മുമ്പിൽ കൂടെ പോകുന്ന ജീവിയെ തിന്നാൻ വേണ്ടിയിട്ട് നാക്ക് നീട്ടുന്ന പോലെ അത്രയും പരിഹാസ്യമാണ് നമ്മുടെ ഭോഗങ്ങളുടെ പുറകെയുള്ള ഓട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ആക്ഷേപഹാസ്യമാണത്. നമ്മുടെ ഈ ഐതിഹ്യങ്ങൾക്ക് പിന്നാലെയുള്ള കൂട്ടയോട്ടം കണ്ടിട്ട് എഴുത്തച്ഛൻ കൊടുക്കുന്ന തേൻ പുരട്ടിയ കൂരമ്പാണ്. അടുത്തായിട്ട് പറയുന്നത് പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്തർപെരുവഴിയം ബലം തന്നിലെ ശാന്തരായി കോടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. പുത്രൻ, മിത്രം, കളത്രം, ഇപ്പൊ ധനം, ഇവയെല്ലാം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. അതായത് നമ്മളെല്ലാം ഒരു പണ്ടുകാലത്ത് വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. യാത്രക്കാർക്ക് താമസിക്കാനായി വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വഴിയമ്പലങ്ങളിൽ കൂടിച്ചേർന്ന് വിശ്രമിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ നമ്മളും കുറച്ചു സമയം ഇവിടെ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകേണ്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വഴിയമ്പലത്തിൽ കുറച്ച് സ്ഥലം കൂടുതൽ കൈയടക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം അപഹാസ്യമാണ്. അതുപോലെ തന്നെ അവിടെ മണിമാളികൾ കെട്ടിപ്പൊക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. കുടിക്കാൻ കൊടുത്ത വെള്ളം തന്നെ ഒഴിച്ചു, തലയിലോട്ട് ഒഴിച്ചു. ഞാൻ ഒഴിക്കാൻ പോയി, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോട്ടെ, അതൊന്ന് തീരുന്നെങ്കിൽ തീരട്ടെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. അതുപോലെ തന്നെ നദിയിൽ കൂടി ഒഴുകുന്ന വിറക് കഷ്ണങ്ങൾ പോലെ ഉള്ളു മനുഷ്യ ജീവിതം. അപ്പോൾ അതൊന്നും സ്ഥിരമായി ഒരിടത്ത് നിൽക്കുന്നില്ല. ചിലപ്പം വള്ളപ്പടപ്പുകളിലൊക്കെ തങ്ങി നിന്നാൽ പോലും കാലമാകുന്ന കുത്തൊഴുക്കൽ, നദിയുടെ കുത്തൊഴുക്കില് വീണ്ടും ഇത് കാലമാകുന്ന ആ സമുദ്രത്തിലേക്ക് തന്നെ പതിക്കും. അപ്പൊ അത്രയും അടുത്തായിട്ട് പറയുന്നത് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായസ്സും നിരൂപിക്ക ലക്ഷ്മണ. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ സമ്പത്തും സ്ഥിരമായി ഒരിടത്ത് നിൽക്കാറില്ല. ഇന്നത്തെ ധനവാൻ നാളത്തെ ദരിദ്രനാകാം, തിരിച്ചുമാകാം. അതുപോലെ തന്നെയാണ് യൗവനവും, അതും ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ ഈ സ്ഥിരമാണെന്നുള്ള മിഥ്യാഭിമാനത്തിലാണ് മനുഷ്യർ ഓരോ കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ കാലപരിഗണനയിൽ നമ്മുടെ മനുഷ്യായുസ് വളരെ കുറച്ചു കാലത്തേക്കുള്ളതാണ്. സുഖാനുഭവങ്ങളും അതുപോലെ തന്നെ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളതാണ്. ത്യാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്കഗന്ധർവ നഗരസമവതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു.
അതായത് രാഗം, ദ്വേഷം, മതം, മാത്സര്യം, ലോഭം, മോഹം മുതലായ കലുഷിതമാണ് നമ്മുടെ മനസ്സുകളെല്ലാം. രാഗമെന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനോടുമുള്ള അമിതാസക്തിയാണ്. ലൗകിക ജീവിതം എന്ന് പറയുന്നത് സ്വപ്നതുല്യമാണ്. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിരുവേഗേന യാതപ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദശയിലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇപ്പൊ ഗന്ധർവ നഗരം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ്. അതായത് നമ്മൾ ആകാശത്ത് കാണാറുണ്ട്, മേഘങ്ങള് കൂട്ടം കൂടി അല്ലെങ്കിൽ അതിൻ്റെ സൈസുകളൊക്കെ മാറി വരുന്ന കാണാറുണ്ട്. അപ്പൊ അത് ഒരു സത്യമാണെന്ന് വിചാരിച്ച് അതിന്റെ പുറകെ പായുന്ന പോലെ ആണ് നമ്മൾ ഈ അറിവില്ലാത്തവർ ഇങ്ങനെയുള്ള ഇതിന് പുറകെ പോകുന്നത്. ആദിത്യദേവനുദിച്ചിരുവേഗേന യാതപ്പതിയിൽ മറഞ്ഞിതു സത്വരം. അതായത് സൂര്യൻ കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായും ഒക്കെ നമ്മൾ കാണുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ടും ഉറങ്ങിയും മനുഷ്യൻ സമയം കളയുകയാണ്. നമ്മൾ ആയുസ് പോകുന്നതറിയാതെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ആണ് ചെയ്യുന്നത്. വാർദ്ധക്യമോട് ജരാനരയും കൊണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായ തൻ വൈഭവം. വാർദ്ധക്യം വരുന്നു, ജരയും നരയും ഒക്കെ വരുന്നു. ആ സമയത്ത് നമ്മുടെ മോഹങ്ങൾ കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മോഹങ്ങൾ ബാക്കി വെച്ച് മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. അപ്പൊ ഈ ചക്രം ഇങ്ങനെ തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ ഓർത്തറിയും നീലമായ തൻ വൈഭവം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേത്രേന്ദ്രിയം. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ ആഹരിക്കുകയാണ്, അതായത് ഭക്ഷിക്കുന്നു. കണ്ണ് രൂപങ്ങളെ ഭക്ഷിക്കുന്നു, ചെവി ശബ്ദത്തെ ഭക്ഷിക്കുന്നു, മൂക്ക് മണത്തെ ഭക്ഷിക്കുന്നു, നാക്ക് രസത്തിനെ ഭക്ഷിക്കുന്നു, ത്വക്ക് സ്പർശനത്തിലൂടെ ഭക്ഷിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവയെല്ലാം മുഖം പുറത്തേക്കാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ സൃഷ്ടി തന്നെ. പുറത്തുള്ളതിനെ മാത്രമേ ഇത് കാണുന്നുള്ളൂ. പക്ഷെ പുറത്തുള്ളതെല്ലാം നശിക്കുന്നതാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ മനസ്സും പായുന്നു, പുറത്തേക്ക് പോകും. അപ്പൊ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? മനസ്സിനെ അടക്കുക. മനസ്സിനെ അടക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും താനെ അടങ്ങിക്കൊള്ളും. ആ മനസ്സിനെ അടക്കുക എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ നമ്മൾ പഠിക്കണം, പിൻവലിച്ച് ഉള്ളിൽ ഉറപ്പിക്കണം. അപ്പൊ ഇതിനെയാണ് ദമം എന്ന് ശങ്കരാചാര്യർ പറയുന്നത്, വിവേക ചൂടാമണിയിൽ പറയുന്നത്, ആത്മനിയന്ത്രണം. അതിന്റെ അഭാവം കൊണ്ടാണ് ഇന്നത്തെ എല്ലാ തിന്മകളും ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് പ്രത്യാഹാരവും. ഭഗവത്ഗീതയിൽ പറയുന്നത് ആമ തന്റെ കൈകാലുകളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കുക.
മനസ്സും ഇന്ദ്രിയങ്ങളും പരസ്പരം ബന്ധമുള്ളതാണ്. അതായത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ തേനീച്ചക്കൂട്ടിലെ റാണി. അപ്പൊ റാണി ഒരിടത്തേക്ക് പോയാൽ മറ്റ് ഈച്ചകളും അതിന് പറയും. റാണി ഒരിടത്തിരുന്നാൽ ഈച്ചകളും ഒരിടത്തിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമായിട്ടുള്ള ബന്ധം. അപ്പൊ മനസ്സടങ്ങിയാൽ ഇന്ദ്രിയങ്ങളും അടങ്ങും. അടുത്തായിട്ട് നമ്മൾ കാണുക, നോക്കുക എന്നിവ തമ്മിലുള്ള വ്യത്യാസം പ്രധാനമാണ്. അപ്പൊ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മുടെ റെറ്റിനയിൽ ഒരു രൂപം വന്ന് പതിക്കുന്നു, ഇത്ര മാത്രമേ ആകുന്നുള്ളൂ. അതേസമയം നോക്കുക എന്ന് പറയുമ്പോഴോ നമ്മുടെ മനസ്സുകൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്, അതിൽ മുഴുവൻ. ഇതുപോലെ തന്നെയാണ് കേൾക്കുന്നതിൻ്റെ കാര്യം, ഹിയറിംഗ് ആൻഡ് ലിസണിങ്. അത് തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. അത് മനസ്സ് ഇതിനകത്തേക്ക് മുഴുകുമ്പോൾ മാത്രമേ ശരിക്കുള്ള നോക്കുക എന്നുള്ളതും കേൾവിയാണെങ്കിലും എല്ലാം, ലിസണിങ് എന്നുള്ളതൊക്കെ വരുന്നുള്ളൂ. മറ്റ് ഇന്ദ്രിയങ്ങളും എല്ലാം ഇതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്ദ്രിയങ്ങളെ അടക്കി. അതുകൊണ്ട് തന്നെയാണ് ഗീതാ രഹസ്യത്തിൽ, അങ്ങനത്തെ കീർത്തനത്തിൽ ആ കർത്താവ് പറയുന്നത്, 10 ഇന്ദ്രിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സും ഏകാഗ്രമാക്കി കർമ്മഫലങ്ങളിൽ മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈശാർപ്പണമായി. അപ്പൊ എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുക, ഫലത്തെ ഇച്ഛിക്കാതെ. അടുത്തായിട്ട്, ഇപ്പോഴിതു പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നൂരായികയാൽ ആമകുംഭാബ് സമാനമായ സുടൻ ഓമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം. അപ്പം നമ്മുടെ ശരീരത്തെ ഒരു പച്ച മൺകുടത്തിനോടാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പച്ച മൺകുടം എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിന് സുഷിരങ്ങളിൽ കൂടി വെള്ളം എപ്പോഴും കുറേശ്ശെ കുറേശ്ശെ പുറത്തേക്ക് പോവും. കുറെ കഴിയുമ്പോൾ ഈ മൺകുടം ആകെ തന്നെ നശിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ആണ് നമ്മുടെ ശരീരം. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ഡേറ്റ് ഓഫ് എക്സ്പയറി ആണ്. അതതിലകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പോരുമ്പോൾ തന്നെ അവിടുന്ന് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് ആ എക്സ്പയറി ഡേറ്റ് കൂടെ. നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ആരോഗ്യവാനാണ്, ഇനിയും വർഷങ്ങളോളം ജീവിക്കും. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാം. അപ്പൊ ഇതെല്ലാം കാലസ്വരൂപനായ ഈശ്വരന്റെ മായാവിലാസങ്ങളാണെന്ന് ഓർക്കാതെ ആണ് നമ്മുടെ പ്രവർത്തികൾ. കാമക്രോധ മത ലോഭ മോഹ മാത്സര്യങ്ങൾ, രംഭ അസൂയ എന്നിങ്ങനെ 8 ശത്രുക്കളാണ് നമുക്കുള്ളത്. ഇവ ജന്മത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇവയോടെ പൊരുതുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പൊരുതി ജയിച്ചാൽ ഈശ്വരാനുഗ്രഹമായി. അതല്ല ഇവയുടെ തോളിൽ കൈയിട്ട് നടക്കാൻ ആണ് നമ്മുടെ ഭാവമെങ്കിൽ നമ്മുടെ ജന്മം പാഴാകും. അപ്പൊ അങ്ങനെ പാഴാക്കി കളയാനുള്ളതാണോ നമ്മുടെ ഈ നരജന്മം, ഉത്കൃഷ്ടമായ നരജന്മം? അപ്പൊ ഈശ്വര സാക്ഷാത്കാരമായിരിക്കണം നമ്മുടെ ജന്മലക്ഷ്യം. ഇതുകൊണ്ട് ലൗകിക ജീവിതം പാടെ ഉപേക്ഷിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. പറയുന്നത് എന്താണ്? ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞതുല്യമാകണം. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമുക്ക് സമയമായതുകൊണ്ട്
നിർത്താമെന്ന് തോന്നുന്നു. വേറെ കുറച്ച് പോയിന്റുകൾ ഉണ്ടെങ്കിൽ പോലും. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും നമസ്കാരം. വളരെ നന്ദി ചേട്ടാ. 2 വാക്ക് സംസാരിക്കാനായിട്ട് ശ്രീ CP മധുസൂദൻ അവர்களെ ക്ഷണിച്ചോളും. ആദ്യം ശ്രീരാമസമേതനായ ആഞ്ജനേയ സ്വാമിക്കും മഠാധിപതിക്കും പൂജനീയ വിശ്വനാഥൻ നമ്പൂതിരി സാറിനും എൻ്റെ വിനീത പ്രണാമം. രാമായണ വിചാര സത്രത്തോടനുബന്ധിച്ച് ഇന്ന് ലക്ഷ്മണോപദേശം എന്ന വിഷയത്തെ കുറിച്ച് വിശകലനം ചെയ്തത് പ്രസരം സംസ്കൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയും പണ്ഡിതനും ഭക്തനുമായ ശ്രീ പ്രസന്നപിള്ള സാറാണ്. ആരാധ്യനായ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞാൻ ശിരസാ നമസ്കരിക്കുന്നു. ലക്ഷ്മണോപദേശത്തില് പ്രധാനമായിട്ട് പറയുന്നത്, ഒരു മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാല് അത് എപ്രകാരമാണ് വിനിയോഗിക്കേണ്ടത്. ഈശ്വര സാക്ഷാത്കാരമാണ് ജന്മോദ്ദേശം. അതിനാവശ്യമായിട്ടുള്ള മാർഗങ്ങള് ഭഗവാൻ നേരിട്ട് ലക്ഷ്മണസ്വാമിയോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. സാധാരണക്കാരായ നമ്മളുടെ ജീവിതവും സുഖവും സൗഹൃദവും സ്നേഹവും നിറഞ്ഞ ഒരു സുഖപ്രദമായ ജീവിതം ദൈനംദിന ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. നമ്മളിത് ശിരസാ വഹിച്ച് അനുസരിച്ച് അതുപോലെ ജീവിച്ചാല് ഈശ്വര സാക്ഷാത്കാരം നമുക്കും നേടാവുന്നതേ ഉള്ളൂ. അദ്ദേഹം നമ്മളെ ഉപദേശിച്ചത്, ആ ഉപദേശങ്ങൾ വീണ്ടും വീണ്ടും ചർവിത ചർവണം പോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവാന്റെ ഉത്പാദങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പ്രഭാഷണം വൈകുന്നേരം 8:30. എല്ലാവർക്കും നമസ്തേ. ശബ്ദം കൊള്ളത്തില്ല. അതെ, ആ സംഗീതാത്മകത്വം ഉള്ളതുകൊണ്ടാണ്.